ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കിഡു ടേസ്റ്റുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ്. പാലക്കാടൻ സ്റ്റൈൽ റാവുത്തർ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പം ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതപ്പോൾ ഇവിടെ ഒരു 1.25 കിലോയിലധികം ഉണ്ട് കേട്ടോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ടവർക്ക് ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അതൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്ത ശേഷം ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ ഇത് തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കിലോ അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണോ ഉള്ളത് ആ അരി വെച്ച് നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഏത് അരിയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ജീരകശാല കൈമ റൈസൊക്കെ ആണെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് അത്ര തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 5-6 ഏലക്കായ, അതുപോലെ അത്രയും തന്നെ ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്നങ്ങ് നല്ലപോലെ സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 10 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്പൈസി ഒന്നുമല്ല കേട്ടോ. പിന്നെ ഇത്ര തന്നെ എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഒരു 7 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ചെറിയുള്ളി. ഒരു 200 ഗ്രാം ചെറിയുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതൊന്ന് വാടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്ര തന്നെ ചേർത്ത് കൊടുക്കണേ. ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ പറയുന്ന അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റിൽ കിട്ടുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ഈ ഒരു കളറാവുന്നത് വരെ നമ്മൾ ഒന്ന് ക്ഷമയോടെ നിന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വന്നാൽ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. നല്ലോണം കനം കുറച്ച് അരിഞ്ഞെടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ സാധാ മുളക് പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട, എരിവ് നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് പൊടിയുടെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 പിടി പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബിരിയാണിയിൽ ഈ പുതിനയിലയും മല്ലിയിലയൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. ഏറ്റവും കുറഞ്ഞത് 1 പിടിയെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലും കൂടുതൽ ചേർത്ത് കൊടുത്താൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1.5 പിടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനും മസാലയും ഒന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും പുളിയില്ലാത്ത 1 കപ്പ് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടയിൽ നമ്മൾ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പകുതി വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മല്ലിയിലയും പുതിനയിലയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും ഈ ബിരിയാണിക്ക്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ലെവലിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന അരിക്ക് എത്രത്തോളം വെള്ളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ചില അരിക്ക് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വെള്ളത്തിൽ ഉപ്പ് അത്യാവശ്യം ഒന്ന് മുന്തി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ബിരിയാണിയിൽ റൈസിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് പോരാതെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വീണ്ടും ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ നമ്മുടെ അരിയൊക്കെ കഴുകി വെള്ളം വാരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല പോലെ പോയ ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും. നമ്മുടെ ചോറ് നല്ല പോലെ കുഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ വെള്ളം നല്ല പോലെ വാരാനായിട്ട് വെച്ച ശേഷം മാത്രം വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അരി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം വേവിക്കുക. അപ്പോൾ ഇടയിലൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാൻ ഇടയിലൊന്ന് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ എല്ലായിടത്തും ഒരുപോലെ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇളക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ പതിയെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോവാതിരിക്കാനും അരി പൊടിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക കേട്ടോ. ശേഷം ഇതുപോലെ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റി ഈ റൈസ് ഇതുപോലെ ഒന്ന് കുഴഞ്ഞ പരുവാവില്ലേ, അത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയിൽ നമ്മൾ മൂടി തുറന്നൊന്ന് നോക്കണം കേട്ടോ. ഇത് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കണം. ഇതുപോലെ ഒരു കുഴഞ്ഞ പരുവത്തിൽ, ഒരുപാട് വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാൽ നല്ലപോലെ ഒന്ന് കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ടാവും. ആ സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ദം ചെയ്തെടുക്കണം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ ദോശക്കല്ലോ അല്ലെങ്കിൽ പഴയ തട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും അത് കഴിഞ്ഞാൽ ബാക്കി 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 20 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാത്ത നല്ല അടിപൊളി റൈസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇളക്കി എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. കാരണം നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇളക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ പതിയെ ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ടൈപ്പ് ബിരിയാണീസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റാവുത്തർ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം എന്നില്ല. കൂടുതലും തമിഴ്നാട് അതുപോലെ പാലക്കാട് ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ ബിരിയാണി കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ ചിക്കൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ നല്ലോണം ഈ റൈസിന് പിടിച്ചിട്ട് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാവുക. പാലക്കാട് സൈഡിലൊക്കെ ഇതിൻ്റെ കൂടെ അവർ കഴിക്കാനായിട്ട് കായ്ച്ചാറ് പറഞ്ഞിട്ടൊരു കറി കൂടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ബിരിയാണി കഴിക്കാനായിട്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതാണ് ഈ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയും ആണ് കേട്ടോ ഇത്, ഈ റാവുത്തർ ബിരിയാണി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആണ് നമ്മുടെ പുതിന ചട്നി. അതും കൂടി ഉണ്ടെങ്കിൽ ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുതിന ചട്നിയും കച്ചമ്പറും നാരങ്ങാച്ചാറും കൂടെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതുവരെയും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ വേറെയും റൈസ് റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി കയറി നോക്കിക്കോ. ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റാവുത്തർ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.